ഒരുപാട് രോഗികളുള്ള പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ 10, 60, 70 വയസ്സായവരൊക്കെ 70, 80 വയസ്സായവരൊക്കെ അതിൻ്റെ ആ മെഷീൻ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇതുമ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ എല്ലാ മസിലുകളെയും ഏതൊക്കെ മസിലുകൾ വർക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഏത് ആംഗിൾ വർക്ക് ചെയ്യണം, ആ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യാം. ജിമ്മിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ലേഡീസിനും എല്ലാവരും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഈ മസിലാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ. ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മസിൽ. അതാണ് ലേഡീസിനൊക്കെ ഏറ്റവും പറ്റിയ മെഷീനാണ്. ഇപ്പൊ ഈ മസിലാണ് വർക്ക് ചെയ്യണം. നമ്മൾ ഈ മസിലിനെ കൂടുതൽ വർക്ക് ചെയ്യുന്നിടത്തോളം നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റിനെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി വരും നമുക്ക്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് അങ്കമാലിയിലാണ്. എവിടെ വെച്ചാൽ അങ്കമാലിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. എന്നുവെച്ചാൽ വേൾഡിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പീറ്റർ ജോസഫ് ഗിലേനി എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. എനിക്ക് അങ്ങനെ പുതിയൊരു സ്പോർട്സുകാരെ ഉണ്ടാക്കാന്നുള്ളതല്ല, പുതിയ ആരോഗ്യമുള്ള ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മത്സരത്തിന് വേണ്ടി ആളുണ്ടാക്കുന്നുള്ളത് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പല പ്ലാനുകൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മെഷീൻ ഉണ്ടാക്കി തന്നെ ജിമ്മിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ജിമ്മിൽ ചെയ്യുന്ന അതേ ആക്ടിവിറ്റീസ് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന ലേഡീസിനും എല്ലാവരും കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അത് തന്നെ എന്റെ ഈ പ്രസ്ഥാനത്തിനുള്ള ഏറ്റവും വലിയ സംഭാവനയാണ്. കാരണം അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് രോഗികളുള്ള പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ 10, 60, 70 വയസ്സായവരൊക്കെ 70, 80 വയസ്സായവരൊക്കെ അതിന്റെ ആ മെഷീൻ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് ഇരുന്നിട്ട് ഇന്ന് വലിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അവരിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള മിക്കവാറും എക്സസൈസ് ഒരു 80 വയസ്സായ സ്ത്രീകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ഞാനൊരു സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ആ മെഷീൻ ഒന്ന് കണ്ടാലോ? മെഷീൻ കാണിക്കാം. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക് ജിം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി പാറ്റന്റ് ചെയ്ത് ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ഇത് ഒരു വർഷം പഴക്കമായ മെഷീനാണ്. ഒരു വർഷത്തോളം ഇതിൽ ലേഡീസ് ഒക്കെ ചെയ്യണം. ഞാൻ ജിമ്മിലേക്ക് വേറെ കൊടുക്കുന്നില്ല കേട്ടോ. മറ്റേ എന്റെ ജിം ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഒരു മോഡലായിട്ട് ഉണ്ടാക്കിയിട്ടാണ് മാത്രമേ. അപ്പം ഇതുമ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ എല്ലാ മസിലുകളെയും ഏതൊക്കെ മസിലുകൾ വർക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, ഏത് ആംഗിൾ വർക്ക് ചെയ്യണം, ആ രീതിയിലൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു വർക്ക് ഇതിപ്പോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റിന്റെയും കൈയുടെ മസിലുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ വെയിറ്റ് ആഡ് ചെയ്യണം. അവിടെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണത്. ഓക്കെ. നല്ല കൂടെ കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാലിന് വർക്ക് ചെയ്യാം. കാലിന്റെ വർക്കൗട്ട് സാധാരണ രീതിയിൽ മനുഷ്യൻ ഈ നടക്കുമ്പോ കാലിന്റെ മസിൽ ഈ മസിലാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ. ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മസിൽ. പക്ഷെ ഇത് നടക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. കാല് കിടന്ന് ആടുന്നുള്ളൂ. ഈ മുട്ടിന് തേയ്മാനം കൂടുന്നതല്ലാണ്ട് ഈ മുട്ടിന് വ്യാപ സപ്പോർട്ടും നടക്കുമ്പോൾ കിട്ടുന്നില്ല. നമ്മൾ ഈ മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു 90 ഡിഗ്രിയിൽ വളഞ്ഞു വരണം. ഈ അവസ്ഥയിൽ വന്നിട്ട് ചവിട്ടി നോക്കണം. ഇത് പ്രായമുള്ളവർക്കൊക്കെ ചെയ്യാം. കാലിന്റെ മുട്ട് മാറ്റി വെച്ചവരെ ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യം ഇപ്പൊ വെയിറ്റ് വേണമെങ്കിൽ വെയിറ്റ് ഇടാണ്ടിരിക്കാം. ഇതിന് 10-30 കിലോ വെയിറ്റ് ഉണ്ട്. അതിന്റെ വെയിറ്റിന്റെ ആവശ്യമില്ല. കുറച്ച് ഫ്രീ ആണല്ലേ? എല്ലാം ഫ്രീ ആണ്. നല്ല ടൈറ്റ് ഇല്ല, സ്മൂത്ത് ആയിട്ട് ചെയ്യാം. അതാണ് ലേഡീസിനൊക്കെ ഏറ്റവും പറ്റിയ മെഷീനാണ്. ഇപ്പൊ ഈ മസിലാണ് വർക്ക് ചെയ്യണം. നമ്മൾ ഈ മസിലിനെ കൂടുതൽ വർക്ക് ചെയ്യുന്നിടത്തോളം നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റിനെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി വരും. നമുക്ക് മുട്ടുവേദന കുറയും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷീനാണ്. ഞാൻ അപ്പുറത്തിരുന്നിട്ട് വേറെ ചെയ്യാം. ഇതിപ്പോ നമുക്കിപ്പോ നമ്മുടെ പുറം മസിലുകളൊക്കെ വർക്ക് ചെയ്യാം. ഫ്രീ ആണോ? എനിക്കൊന്ന് അടിച്ചു നോക്കാനായിട്ട്. പൊസിഷനൊക്കെ ശരിയാണോ അറിയില്ല കേട്ടോ. നോക്കാം. ചെസ്റ്റിലേക്ക് വരും. അതെ, വെയിറ്റ് കൂടുതലുണ്ട്. വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാം. ആർക്കും ചെയ്യാം. അത് കൈ തിരിച്ചു പിടിച്ച് അടുപ്പിച്ചു.
കുറച്ചുകൂടി വേറെ ഡിഫറെന്റ് ആംഗിളാണ്. ജിമ്മിലൊരു ഹൈപ്പുള്ളി മെഷീനിൽ ചെയ്യണം, അതിനേക്കാൾ നല്ലതാണ്. ഇനി അതിന് ബൈസെപ്സിനെ കാണിച്ചു തരാം. ഈ കൈയുടെ ഈ ബൈസെപ്സ് ഞാനിപ്പോ അവിടെ ചെയ്തില്ലേ, അതുപോലെ തന്നെ അവിടെ ഇരുന്ന് 1,00,000 രൂപയുടെ മെഷീനിൽ ചെയ്തിരുന്ന വർക്കാണ് ഇപ്പൊ ഇതുമ്പോ ഈ ഇതിന്റെ ഉള്ളിൽ ഒരു എക്സസൈസ്. മസിൽ നല്ല ഭംഗിയായിട്ട് തിരിച്ച് നമ്മുടെ മസിലിനാണ് തിരിച്ചു വരിക്കും. മറ്റുള്ള മസിൽ ചെയ്യുന്നേക്കാളും ഭംഗിയായിട്ട് തിരിച്ചു വരും. ഇതിപ്പോ ഷോൾഡറിന് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം, കഴുത്തിന്റെ മസിലുകൾ വർക്ക് ചെയ്യാം. ഇനി ആ വയർ മസിലിന് വർക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നത് വയറിനുള്ള അല്ലേ, വയറിനിട്ടാൽ മതി അല്ലേ. ഇങ്ങനെ പിടിച്ചിട്ട് താഴേക്ക് താഴുമ്പോ വയറിന്റെ മസിൽ നല്ല ടൈറ്റ് ആവും, മുകളിലേക്ക് പോകുമ്പോ നടുവിന്റെ മസിൽ സ്ട്രോങ് ആവും. കാരണം തൊടേണ്ട കാര്യമില്ലല്ലോ, ഫുൾ മസിലല്ലേ. ഇപ്പൊ നമ്മള് ഇപ്പൊ കാണിച്ചത് 2-3 ചെയ്തുള്ളൂ. അതുകൊണ്ട് 20 എക്സസൈസ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കാർഡിയോ എക്സസൈസ് ഇത് ചെയ്യാം. ക്രോസ് വാക്കിംഗ് എന്ന് പറയും. അതായത് ഇത് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ ബൈക്ക് സൈക്കിൾ അതിലേക്ക് ഇത്ര കഴിഞ്ഞ് വരും. സൈക്ലിങ്ങിന്റെ ഒക്കെ ഒരു ഇത് നോട്ടോ ഫുള്ളായിട്ട് കൈയും കാലും നിവർത്തി ആ വർക്കൗട്ട് കഴിയുമ്പോ ബോഡി ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് കാർഡിയോ ഇതുപോലെ എത്ര നേരം പറ്റില്ല. അതുപോലെ ഈ മെഷീൻ യാതൊരു ഇത് കംപ്ലൈന്റ് ആവാൻ പോലെ എന്ത് കംപ്ലൈന്റ് ആയുഷ്കാലം പറഞ്ഞാൽ മതി. ആയുഷ്കാലം കാരണം ഇതിപ്പോ കംപ്ലൈന്റ് ആകുമ്പോൾ അതൊരു സാധനം ഇലക്ട്രോണിക് സിസ്റ്റം. ഇതിപ്പോ എത്ര വർഷമായി ഉണ്ടാക്കിയിട്ട് ഈ മെഷീൻ? ഈ മെഷീൻ ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായത്? ഈ മെഷീൻ 1.5 വർഷമായി. ഇതാണോ ഫസ്റ്റത്തെ മെഷീൻ? ഇതാണോ ആദ്യം ഉണ്ടാക്കിയ മോഡൽ? കുറച്ച് ഡിഫറൻസ് ഉണ്ട്, വേറെ നടത്തിയിട്ടുണ്ട് പുതിയ മോഡൽ. എന്തായാലും വളരെ സന്തോഷം സാറിൻ്റെ മാജിക് മെഷീനൊക്കെ കാണാൻ പറ്റി. അതുപോലെ തന്നെ സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കെന്നല്ല, അതിനാൽ ഇപ്പോൾ ഈ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേരണം. ഓക്കെ, താങ്ക് യു.